ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദാ ഇതേപോലത്തെ പ്രിൻറ്റിംഗ് സ്റ്റംസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ വായോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ അടുത്ത് ഏത് ഐറ്റംസ് ആണ് ഉണ്ടാക്കേണ്ടതെന്ന് കൂടി കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ഹാൻഡ് മെയ്ഡ് സ്റ്റാമ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കിയാലോ? അത് നിങ്ങളുടെ കയ്യിൽ പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്, ഒരു ഹാർട്ട് വരച്ചെടുക്കുന്നുണ്ട്, ഒരിലയും വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇലയുടെ നരമ്പൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തൊന്ന് വരച്ചു കൊടുത്താൽ മതി. എന്നതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ഞാൻ ആ ഫ്ലവറിൻ്റെ നടുവിലൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പം എടുത്തിട്ടുള്ളത് ഇത്രയും സാധനമാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ അടപ്പിൻ്റെ മൂടി ഉണ്ടെങ്കിൽ അതെടുക്കുക. അതില്ലെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് എടുക്കുക. ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ ഇന്നൊരു കാർഡ്ബോർഡ് കൂടി ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഗ്ലൂ ഒട്ടിക്കുക. അതിൻ്റെ മേലെ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നിങ്ങളുടെ സ്റ്റാമ്പ്സ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ വേറൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് രണ്ട് സൈഡ് ഞാൻ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നടുവിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് പെന്നോ ഇല്ലെങ്കിൽ പെയിൻറ്റോ വാട്ടർ കളറോ ഏതാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ചെടുക്കുക. അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടെ പ്രിൻറ്റ് ചെയ്യണോ അവിടെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 മിനിറ്റിൽ ഒരു പ്രിൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.